ഒരു മകൻ എന്ന രീതിയിൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമായിരുന്നു ആ ഫോൺ കോളിൽ നിന്ന് വന്നത്. സഹോദരിയാണ് വിളിച്ചത്. അനസ്, ഉമ്മാക്ക് ഒരു ആക്സിഡന്റ് പറ്റി, തല പൊട്ടി, ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്, നാട്ടിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. കുറച്ചു നേരം സ്തംഭിച്ചു പോയി, സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. കണ്ണീന്ന് കണ്ണുനീർത്തുള്ളിയൊക്കെ ഇങ്ങനെ വരുവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്നൊരു സുഹൃത്തിന്റെ വണ്ടി എടുത്തു. ഇവിടെ കാർ ഓടിക്കാൻ പറ്റുന്നില്ല, കയ്യും കാലൊക്കെ വിറയ്ക്കാണ്. സുഹൃത്തിന് വണ്ടി കൊടുത്തു. എന്നിട്ട് ഒരു 4-5 മണിക്കൂർ ആ കാറിൽ നിന്ന് ഞാൻ ചിന്തിച്ച ചിന്തകളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതുമ്മ അന്നേ ദിവസം വിളിച്ചിട്ട് രാവിലെ സൂക്ഷിച്ചു പോണേ എന്ന് പറഞ്ഞ ഉമ്മ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഉമ്മ. ഉമ്മ ഇല്ലാത്ത വീടൊന്ന് ആലോചിച്ച് നോക്കി. ഉമ്മാന്ന് വിളിക്കുമ്പോൾ അപ്പുറത്ത് വിളി കേൾക്കാൻ ആളില്ലാത്തൊരവസ്ഥ. ഉമ്മ ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും എന്ത് കാര്യം? അവരൊക്കെ കുറെ നാൾ നമ്മുടെ കൂടെ ഉണ്ടാവണം, നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ വിഷമങ്ങൾ തുറന്നു പറയാനും സന്തോഷങ്ങൾ തുറന്നു പറയാനും അപ്പുറത്ത് അവിടെ ഒരാൾ ഉണ്ടാവണം. ഉമ്മ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ശേഷം യൂട്യൂബ് കണ്ടിട്ട് ഉമ്മയെ പറ്റി പറയുന്ന കേട്ട് കരയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കൂടെയുള്ളിടത്തോളം കാലം അവരെ ചിരിപ്പിക്കുന്നത്. ഉമ്മ ഇല്ലാത്ത ജീവിതം എത്ര കഠിനമായിരിക്കുമെന്ന് കാണിക്കാനായിട്ടുള്ള അവസരമായിരിക്കും ചിലപ്പോൾ ഈ ആക്സിഡന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിലെത്തി. ഉമ്മ കുഴപ്പമൊന്നുമില്ല, 16 സ്റ്റിച്ച് ഉണ്ടായിരുന്നു, എന്നാലും ഉമ്മാക്കൊന്നും പറ്റിയില്ലല്ലോ. പിന്നീട് ഉമ്മ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തിരിച്ചെന്തെങ്കിലും പറയണമെന്നൊക്കെ തോന്നുന്ന നിമിഷം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ആക്സിഡന്റ് ആണ്. അങ്ങനെ ഒരാൾ പറയാനുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്. ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം ജീവിതത്തിൽ ഉണ്ടായോ എന്ന് പറയുമ്പോൾ ആദ്യം വലിയ ഓടി വരുന്നത് ഈ ആക്സിഡന്റ് ആണ്. അൽഹംദുലില്ലാ, ഉമ്മാക്കൊന്നും പറ്റിയില്ല. പടച്ചവൻ ആയുസ് നീട്ടിക്കൊടുത്തു. നമ്മുടെയൊക്കെ ഉമ്മമാര് കൂടെ ഉള്ളിടത്തോളം കാലം സ്നേഹിക്കണം, സംരക്ഷിക്കണം, ചിരിപ്പിക്കണം.